ലേണേഴ്സ് അൺലിമിറ്റഡ് ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നേ? മാസം വെറും 1500 രൂപക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാമെന്നേ. ലേണേഴ്സ് അൺലിമിറ്റഡിൽ ജോയിൻ ചെയ്യാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. ജൂൺ 9 UPSC സിവിൽ സർവീസ് എക്സാമിന് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓൺലൈനിലുള്ള ഒരു ടോപ്പിക് ഉണ്ട്, ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഈ 2 ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആണ്. മറ്റ് ടോപ്പിക്കുകളും നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നതാണ്, അവയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ NTA ടെസ്റ്റിങ്ങുമായി അതായത് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ UG എക്സാം, അതായത് MBBS അഡ്മിഷനും മറ്റുമൊക്കെ ആയിട്ട് നടത്തുന്ന എക്സാമാണ്. അതായത് +2 പഠിച്ച പിള്ളേർക്ക് നടത്തുന്ന എക്സാമാണ് നീറ്റ് എക്സാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അത് നടത്തുന്ന ഏജൻസിയാണ് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത്. അപ്പോൾ NTA നടത്തിയ ഈ ഒരു നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന അതേ ദിവസം ജൂൺ 4 തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിസൾട്ടിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അതായത് ആ റിസൾട്ട് ഒരുപാട് ഫേക്കാണ്, ഒരേ സെൻറ്ററിലുള്ള കുറേ പിള്ളേർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വിഷയം, എന്താണ് അതിൽ നിന്ന ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മൾ ബ്രീഫായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയാണ് ഈ ഒരു നീറ്റ് എക്സാം നടത്തുന്നതായിട്ടുള്ളത്. ഈ ഒരു ഏജൻസിനെ കുറിച്ച് കുറച്ചുകൂടി നമ്മൾ നോക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് അലിഗേഷൻസ്, ആരോപണങ്ങൾ ഉയർന്നു. അപ്പോൾ അതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർമർ UPSC ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഹൈ പവേർഡ് കമ്മിറ്റിയെ രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാർത്തയിൽ വരുന്നതായിട്ടുള്ളത്. അതായത് 2024 നീറ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആക്ച്വലി എന്തൊക്കെയാണ് അലിഗേഷൻസ് എന്ന് വെച്ചാൽ, ഒന്നാമത്തത് ബീഹാറിൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ളതാണ് ഒരു പ്രശ്നം പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു നീറ്റ് എക്സാമിൽ ഒരു ചോദ്യം ശരിയായി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും, ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. സോ സ്വാഭാവികമായിട്ടും ഹയസ്റ്റ് മാർക്ക് 720 ആണ്. 720 720 കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചോദ്യം, എല്ലാ ചോദ്യങ്ങളും ശരിയായാലാണ് 720 കിട്ടുക. ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 716 മാർക്ക് കിട്ടും. ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട് ആ ചോദ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ 715 മാർക്ക് കിട്ടും. ഓക്കെ, കാരണം ആ തെറ്റിയതുകൊണ്ട് 1 മാർക്ക് കുറയും. സോ ആൾക്കാർക്ക് കിട്ടേണ്ട മാർക്ക്, ടോപ്പുള്ള ആൾക്കാർക്ക് 720, അടുത്തത് 716, അടുത്തത് 715 ഒക്കെ ആയിരുന്നു ആൾക്കാർക്ക് മാർക്ക് കിട്ടേണ്ടത്. പക്ഷെ ആക്ച്വലി പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള 719 718 പോലുള്ള മാർക്കുകൾ ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഒരു അലിഗേഷൻ വന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു വെച്ചാൽ അവിടെ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്ക് സമയനഷ്ടം ഉണ്ടായതുകൊണ്ട്, അതുകൊണ്ടാണ് ഈ മാർക്കുകൾ വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഇങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു. അതെന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് NTAക്ക് പറ്റിയിട്ടില്ല. മറ്റൊരു കൺസേൺ വന്നു വെച്ച് കഴിഞ്ഞാൽ ഹരിയാനയിലെ ഒരു സെൻറ്ററിൽ നടത്തിയ 8 കുട്ടികൾക്കാണ് 720 ഔട്ട് ഓഫ് 720 കിട്ടിയത്. ഇത് ഹൈ പോസിബിലിറ്റി കുറഞ്ഞ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ 1ാം റാങ്ക് 4 പേർക്കും 2 പേർക്കും ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഈ പ്രാവശ്യം 10-60 ആൾക്കാർക്ക് 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്. സോ അതും ഇതിൻ്റെ മേലെ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരേ സെൻറ്ററിൽ തന്നെ 8 പേർക്ക് ഹൈ സ്കോർ കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടാ കോപ്പിയടി നടന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ പരാതികൾ പ്രധാനമായിട്ടും ഏകദേശം 1600 സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കാം. മൊത്തം 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് UG എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ആക്ച്വലി ഇതിനൊരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീവസ് റിഡൻസൽ കമ്മിറ്റി, അതായത് NTAയുടെ ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയാണ് ഈ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് എക്സാം സെൻറ്ററിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും OMR ഷീറ്റൊന്നും കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടൊക്കെ സ്റ്റുഡൻസിന് സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സമയനഷ്ടത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതെന്നാണ് NTA പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി അവിടുത്തെ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ അവിടുത്തെ CCTV ഫൂട്ടേജുകളൊക്കെ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ടൈമിനനുസരിച്ച്, നഷ്ടപ്പെട്ട ടൈമിനനുസരിച്ച് ഈ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നേരത്തെയുള്ള ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഈ ഫോർമുലയോ ഈ മെഷർ ചെയ്ത ഡീറ്റെയിൽസോ ട്രാൻസ്പെറൻസി, അതായത് ഇത് ഓപ്പൺ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു NTA റെഡി ആയിട്ടില്ല എന്നുകൂടി ഓർത്ത് വെക്കണമായിരുന്നു. അപ്പം ഈ ഒരു ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുന്നത് വെച്ചാൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ ഇത് മാക്സിമം സ്കോർ ഗ്രേസ് മാർക്കിന് ശേഷം 720 ആയിരിക്കും, മിനിമം മാർക്ക് -20 ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്പെറൻസി കുറവും ഇവിടെ ഒരു കൺസേൺ ഉണ്ട് എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി ഇവിടെ NTA എന്ന് പറയുന്ന ഏജൻസി വാർത്തയിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ NTA ആരാണ്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞാൽ 2017 രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യയിൽ എൻട്രൻസ് എക്സാമുകൾ നടത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും അഡ്മിഷനും ഫെലോഷിപ്പുകൾക്കും വേണ്ടിയിട്ട്, സ്കോളർഷിപ്പുകൾക്കും വേണ്ടിയിട്ട്
എൻട്രൻസ് എക്സാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് NTA എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ്. 2017 രൂപീകരിച്ചത്. അപ്പോൾ നേരത്തെയൊക്കെ അതിന് മുന്നേ ഈ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ, മെഡിക്കലിൻ്റെ എൻട്രൻസ് എക്സാം ഒക്കെ CBC അങ്ങനെയുള്ള അതായത് റെഗുലേറ്ററി ബോഡീസ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് പകരം എക്സാം നടത്തുന്നതിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ഏജൻസി എന്ന് പറഞ്ഞ ഐഡിയയിലാണ് NTA വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ലോകത്തിലെ തന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാം നടത്തുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് കോമ്പറ്റേറ്റീവ് ടെസ്റ്റിംഗ് ബോഡിയാണ് NTA എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലും ഗ്ലോബൽ സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യുന്ന രീതിയിലും ഇന്ത്യയിൽ എൻട്രൻസ് എക്സാമുകൾ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു NTA ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട്, അതായത് ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ഫോമിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വർക്ക് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ CBSEയും AICTE ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന എക്സാംസ് ആണ് ഇന്ന് NTA നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ബോഡീസിനെ ഇത്തരത്തിലുള്ള എക്സാം നടത്തുന്ന വലിയൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് റിലീവ് ചെയ്യാനും അവർക്ക് പ്രധാനമായിട്ടും അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് NTA വന്നതുകൊണ്ടുള്ള കാര്യം. അപ്പോൾ JEE മെയിൻ എക്സാം, NEET UG, അതുപോലെ തന്നെ GPAT, CMAT, UGC നെറ്റ് തുടങ്ങിയവയൊക്കെയാണ് NTA നടത്തുന്ന എക്സാംസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇവരെ രൂപീകരിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ടെസ്റ്റുകളും ആൾക്കാരുടെ കോമ്പിറ്റൻസി അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കോമ്പിറ്റൻസി ഒക്കെ അസസ് ചെയ്യുക, പ്രത്യേകിച്ചും അഡ്മിഷനും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ പർപ്പസിന് മാത്രമാണ്, അതുപോലെ സ്കോളർഷിപ്പ് പർപ്പസിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ റിസർച്ച് നടത്തുക, അതുവഴി പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെസ്റ്റിംഗ് സിസ്റ്റത്തെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക, സ്വാഭാവികമായിട്ടും നോളജ് സിസ്റ്റത്തിനൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു പുതിയ ബ്രിഡ്ജായിട്ട്, അതായത് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിനെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിൽ എക്സ്പേർട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും മറ്റുമൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിനും മറ്റുമൊക്കെ സഹായിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡാറ്റാസ് നൽകുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആദ്യത്തെ ഉദ്ദേശം തന്നെയാണ് ഇപ്പോൾ ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. ട്രാൻസ്പെറൻസി ഇല്ല, എഫിഷ്യൻസി ഇല്ല എന്നുള്ള കൺസേൺസ് ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹൈ പവർ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ കുറേ കൂടി ക്ലാരിറ്റി നമുക്ക് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ബ്രീഫ്ലി എന്താണ് NTA, എന്താണ് അതിൻ്റെ റോള്, എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ. അടുത്തത് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. ആക്ച്വലി സൗത്തേൺ റെയിൽവേയുടെ മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഫോട്ടോ ആണ് വന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷൻ മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം? പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് ഇത് എന്ന് ഓർത്തേക്കാം. അപ്പോൾ ആക്ച്വലി വാർത്ത വരാൻ കാരണം ഈ മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോ വന്നുകൊണ്ടാണ്. ഏകദേശം 18.98 കോടി, 19 കോടിയോളം രൂപ ചെലവിട്ടിട്ടാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഫെബ്രുവരി 2023 ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പിന്നീട് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഏകദേശം 1275 സ്റ്റേഷൻസ് രാജ്യത്ത് മൊത്തം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 18 സ്റ്റേഷൻ സോൻപൂർ ഡിവിഷൻ, 20 സമസ്തിപൂർ ഡിവിഷനിലൊക്കെ ആയിട്ടാണ് എന്നുകൂടി ഓർത്ത് ആ ഒരു മേഖലയിൽ കുറച്ചുകൂടി ഫോക്കസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്നത് ഇതൊരു ലോങ് ടേം വിഷയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനുകൾ അവയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിനെ ഫേസ് വൈസ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്, പ്രൊജക്റ്റിനെ ഘട്ടം ഘട്ടമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേഷൻ്റെ ആക്സസിബിലിറ്റി മെച്ചപ്പെടുത്തുക, വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടാക്കുക, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാക്കുക, ലിഫ്റ്റും എസ്കലേറ്റർ ഇൻസ്റ്റലേഷൻസും ഉണ്ടാക്കുക, ക്ലീൻലിനെസ് ഉണ്ടാവുക, വൈഫൈ കൊണ്ടുവരിക, കിയോസ്കുകൾ ലോക്കൽ പ്രൊഡക്റ്റുകളും മറ്റും വിൽക്കുന്നതിന് വൺ നാഷൻ വൺ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള. അപ്പോൾ നിങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മിക്കവാറും റെയിൽവേ സ്റ്റേഷനുകൾ പൊളിച്ചിട്ടിട്ട് കാണും. അതെല്ലാം ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളെ വളരെ വേഗത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക അല്ലെങ്കിൽ ഉയർന്ന ആധുനിക രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ഒരു സിറ്റി സെൻറ്ററാക്കി മാറ്റുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അമൃത് ഭാരത് സ്കീമിൻ്റെ ഉദ്ദേശം എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഓർത്ത് വെക്കുക. റെയിൽവേയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്കീമായിട്ട് നമുക്കിതിനെ പറയാൻ വേണ്ടി പറ്റും. അടുത്തത്
റീലോഞ്ച് വെഹിക്കിൾ, റീയൂസബിൾ റീലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ഐഡിയയുമായിട്ട് ISROയുടെ ലാൻഡിംഗ് എക്സ്പെരിമെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഇതിൻ്റെ LEX-2 എന്ന് പറയുന്നതിൻ്റെ ലാൻഡിംഗ് എക്സ്പെരിമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു മാർച്ചിൽ. അതിൻ്റെ ഒരു ഫോട്ടോയും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ഐഡിയ, എന്താണ് ISROയുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റോക്കറ്റിലും മറ്റുമൊക്കെയാണ് ആസ്ട്രോനോട്ടിനെ മുകളിലോട്ട് വിടുക, അല്ലെങ്കിൽ നമ്മൾ സാറ്റലൈറ്റുകളെ മുകളിലോട്ട് വിടുക. അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോകും, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ പ്രോഗ്രാം അതിൻ്റെ ഒരു ഓപ്പറേഷണൽ കപ്പാസിബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ലെവലിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തയായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടേത് RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ലാൻഡിംഗ് എക്സ്പെരിമെൻറ്റുകൾ നടക്കുന്നുണ്ട്. RLV ലെക്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ ലോഞ്ച് വെഹിക്കിളിനെ നമ്മൾ വിട്ടിട്ട് അത് തിരിച്ചു വന്ന് എന്ത് ചെയ്യണ ലാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് RLV ലാൻഡിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്, അൺമാൻഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലാത്ത അൺമാൻഡ് ആയിട്ടൊരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് പുഷ്പക് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ചിത്രദുർഗ കർണാടകയിൽ വെച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. 3 മിഷൻസ് ആണുള്ളത്, LEX-1, LEX-2, LEX-3 എന്നാണ്. ഇതിൽ ഏറ്റവും ഫൈനൽ മിഷനാണ് LEX, അതായത് എന്താണ് ലാൻഡിംഗ് എക്സ്പെരിമെൻറ്റ് 3 എന്നുള്ളതാണ് ഫൈനൽ മിഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ മിഷനിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്യുന്ന ഹൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ആ എക്സ്പെരിമെൻറ്റുകൾ മാറുന്നത് എന്നുകൂടി ഓർത്ത് വെക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ആകാശത്തു നിന്ന് വന്ന് ഉയർന്ന വേഗത്തിൽ വന്ന് ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്ട് ലോഡ് ഉണ്ട്, ലാൻഡിംഗ് ലോഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇമ്പാക്ട് ലോഡ് എന്ന് വിളിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ഒരു റിസ്ക് ഉണ്ട്. നമ്മളിപ്പോൾ വിമാനമൊക്കെ ഭൂമിയിൽ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷനും ഒരു ജർക്കിംഗ് ഒക്കെ ഉണ്ടാവില്ല. സോ ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുക. ഇത് കുറേ കൂടി ഉയരത്തിൽ നിന്ന് വളരെ വേഗത്തിൽ വരുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റിയൽ ടൈം കൈനമാറ്റിക് പാക്കേജ് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട് നാവിഗേഷനെ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുഷ്പക് എന്ന് പറയുന്ന ഈ ഒരു അൺമാൻഡ് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ്. കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള VSSCയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് RLV TD എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺമാൻഡ് ഓർബിറ്റൽ റീ എൻട്രി വെഹിക്കിൾ ആയിട്ടാണ് പറയുന്നത്. അതായത് പുഷ്പകിനേക്കാളും 1.6 ടൈംസ് വലുതായിട്ടുള്ളതാണ്, അൺമാൻഡ് ആയിട്ടുള്ളതാണ് RLV TD എന്ന് പറയുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർബിറ്റൽ റീ എൻട്രി വെഹിക്കിൾ ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഓർബിറ്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും, അത് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ട് വരും എന്നാണ് പറയുന്നത്. ഇത് ഏകദേശം 2 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും GSLVക്ക് പകരമായിട്ട് എന്നൊക്കെ രീതിയിലാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ISROയുടെ ഡെവലപ്മെൻറ്റുകളെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു പേരുകൾ RLV ലെക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ടുള്ളത്. ചിലപ്പോൾ ഈ കീവേഡുകളൊക്കെ തന്നിട്ട് ഇതൊക്കെ എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അടുത്തത് വലിയ വലിയ ടെക് കമ്പനികളുണ്ട്, നമ്മുടെ ഗൂഗിൾ, ആമസോൺ എന്നൊക്കെ പറയുന്ന കമ്പനികളുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ കമ്പനികളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് നന്നായി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുതിയ റെഗുലേഷൻസ്, ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ റെഗുലേഷൻസ് ഡ്രാഫ്റ്റ് ഫൈനൽ റെഗുലേഷൻസ് അല്ല, അതിൽ മാറ്റങ്ങൾ വരാം. എങ്കിലും എന്താണ് ഈ ഒരു റെഗുലേഷൻസ്, എന്താണ് CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.